മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. 2-3 ദിവസമായി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുകയുന്ന ഒരു പ്രശ്നമാണ് ഷാനവാസും നിവീനും തമ്മിലുള്ളത്. ആ പ്രശ്നത്തിൽ ഒരു പരിധിവരെ ആദിലയും ഉൾപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ റിയാസ് വന്നു പോയതിനു ശേഷം ആദിലയ്ക്ക് വലിയ മനമാറ്റമൊക്കെ ഉണ്ടായി. ആദില ഇപ്പോൾ നിവീന് സപ്പോർട്ടായി ഷാനവാസിന് എതിരെയാണ് നിൽക്കുന്നത്. ഇന്നലെ ആദില നിവീൻ്റെ അടുത്ത് ഒരു ഫ്രണ്ട്ലി ടോക്കിനൊക്കെ പോയിരുന്നു. എന്നാൽ നിവീൻ അതൊരു കോംപ്രമൈസ് ആക്കിയതിനെ തുടർന്ന് ബിന്നി നിവീനെ വഴക്ക് പറഞ്ഞിരുന്നു. എന്തിനാണ് നീ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി പോയത്? ഷാനവാസ് കുറ്റക്കാരനാണെങ്കിൽ ആദിലയും കുറ്റക്കാരി തന്നെയാണ്. അവളും നിന്നെ പബ്ലിക്കായിട്ട് ഈ ആരോപണം പറഞ്ഞല്ലേ നോമിനേറ്റ് ചെയ്തത് എന്നൊക്കെ. അതിനെക്കുറിച്ച് വീണ്ടും ഇന്ന് ആദില വന്ന് നിവീനോട് സംസാരിക്കുകയാണ്. ആദില പറയുന്നത്, ആദില പറഞ്ഞ കാര്യങ്ങൾ അക്ബറിന് ടിഗറായി. അക്ബറും ബിന്നിയും കൂടി എനിക്കെതിരെ ആളുകളെ കൂട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന്. അതായത് ആദിലയ്ക്കെതിരെ ആളുകളെ കൂട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ടെന്ന്. കൂടാതെ ഷാനവാസിൻ്റെ ആ ഒരു ഇഷ്യൂവിൽ അക്ബർ നിവീനെ പിരികയറ്റുന്നുണ്ടോ എന്നും ഒരു സംശയമുണ്ട്. എന്നിട്ട് ആദില പറയുന്നത്, നീ മിസ്അണ്ടർസ്റ്റാൻഡ് ആവരുത്, അതുകൊണ്ടാണ് നിന്നോട് ഞാൻ വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വരുന്നതെന്ന്. അതിന് നിവീൻ പറയുന്നത്, അക്ബർ എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു, പക്ഷേ എന്നെ പിരികയറ്റാനൊന്നും അക്ബർ ശ്രമിച്ചിട്ടില്ല. പിന്നെ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയാം. നിന്നോടുള്ള ദേഷ്യം വെച്ച് ലാലേട്ടൻ നിന്നെ തെറി പറഞ്ഞിട്ട് എനിക്കെന്ത് കിട്ടാനാ? ഞാൻ അതൊന്നുമല്ല നോക്കുന്നത്. എനിക്ക് എൻ്റെ നിരപരാധിത്വം തെളിയിക്കണം. അതുപോലെ തന്നെ ഇതൊരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് പുറത്തെ ഓഡിയൻസിനെ അറിയിക്കണം. അതുമാത്രമേ ഉള്ളൂ എൻ്റെ വിചാരം. അല്ലാതെ അക്ബർ നിനക്കെതിരെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല എന്ന് നിവീൻ പറയുന്നു. അപ്പോൾ ആദില പറയുന്നത്, ബിന്നിക്ക് എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അത് ഇവിടെയും എടുക്കുമെന്ന് എനിക്കറിയാം. റെനയുടെയും ആര്യൻ്റെയും ഇഷ്യൂവിൽ അങ്ങനെ അവളാണ് എരുതിയിൽ എണ്ണ ഒഴിച്ച് ആ ഒരു പ്രശ്നം ഇത്രയും വലിയതാക്കിയത്. അതുപോലെ ബിന്നി നിൻ്റെ അടുത്ത് എന്തെങ്കിലും വന്ന് പറയുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത്. അവർക്ക് എന്നോടുള്ള ഹേറ്റ് വെച്ചാണ് അവർ കളിക്കുന്നത്. അവരെന്ന ആദില ഉദ്ദേശിക്കുന്നത് അക്ബറിനെയും ബിന്നിയെയുമാണ്. എന്തായാലും റിയാസ് വന്നു പോയതിനു ശേഷം ആദിലയ്ക്ക് നല്ല പേടിയുണ്ട് വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ലാലേട്ടൻ വഴക്ക് പറയുമോ എന്ന്. അതുകൊണ്ട് തന്നെയാണ് 2 ദിവസമായി നിവീൻ്റെ പുറകെ തന്നെ നടക്കുന്നത്. നിവീൻ്റെ മനസ്സിനി അക്ബറും ബിന്നിയും ചേർന്ന് മാറ്റിയാലോ? ലാലേട്ടൻ വന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ നിവീൻ ആദിലയുടെ പേരും പറഞ്ഞാലോ എന്നുള്ളൊരു പേടി കൊണ്ടാണ് വീണ്ടും ഇന്ന് നമ്മുടെ ആദില നിവീനോട് സംസാരിക്കാൻ വന്നത്. എന്നാൽ നിവീൻ പറയുന്നത്, നിനക്കൊരു തെറ്റുപറ്റി, അതെനിക്ക് മനസ്സിലായി. തെറ്റുപറ്റുന്നത് മനുഷ്യത്വമാണ്. പക്ഷേ അത് തിരുത്താൻ നോക്കുന്നതാണ് ദൈവികം. നീ അത് നിന്റെ തെറ്റ് മനസ്സിലാക്കി തിരുത്തിയല്ലോ, അത് കുഴപ്പമില്ല. ഷാനവാസാണ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നത്. അക്ബറും പിന്നെയുമെന്നല്ല, ആരും എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുമില്ല എന്നാണ് നിവീൻ ആദിലയോട് പറയുന്നത്. എന്തായാലും ആദിലയുടെ സംസാരത്തിൽ നിന്നും ആദിലയ്ക്ക് നല്ല പേടിയുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.